മക്കളെ, ഛത്തീസ്ഗഡ് മെഡിക്കൽ കൗൺസിലിംഗ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സാധാരണ കീമിൻ്റേതും അതുപോലെ ഓൾ ഇന്ത്യയുടേതും മാത്രമായിരുന്നു ഗ്രൂപ്പിൽ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഛത്തീസ്ഗഡിൻ്റേത് ഇട്ടതെന്ന് ചോദിച്ചാൽ, അവിടുത്തെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. എന്തുകൊണ്ട് അവിടുത്തെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ കേരളത്തിൻ്റെ ഫീസ് അല്ലെങ്കിൽ അതിന് താഴെ ഫീസുള്ള ഒരു സ്ഥലമാണ് ഛത്തീസ്ഗഡിൻ്റെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ്. അപ്പോൾ അതുകൊണ്ട് അപേക്ഷിക്കേണ്ടവർക്ക് വേണമെങ്കിൽ അപേക്ഷിക്കാം. അതായത് കേരളത്തിലെ പ്രൈവറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ വേണമെങ്കിൽ കുറച്ചുകൂടി ഫീസ് കുറഞ്ഞ ഛത്തീസ്ഗഡ് മെഡിക്കൽ കോളേജിൽ വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കൂടി ഞാൻ ഇതിൽ ഓർമ്മിപ്പിക്കാം. അതായത് സൈറ്റ് അഡ്രസ്സ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. cgdme.admission.nic.in എന്നുള്ളതാണ് സൈറ്റ്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്നുകൂടി വ്യക്തമായിട്ട് എഴുതാം. അത് cgdme.admission.nic.in ഇതാണ് സൈറ്റ്. ഇതിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശരിക്കും നോക്കിയാൽ നമ്മൾ മെഡിക്കൽ കൗൺസിലിങ്ങിൻ്റെ സൈറ്റ് പോലെ MCCയുടെ സൈറ്റ് പോലെ ഒരു സൈറ്റാണ്. സെയിം പ്രൊസീജിയറാണ്, സെയിം മെത്തേഡാണ്. അപ്പോൾ ഇത് അപേക്ഷിക്കേണ്ടവർക്ക് അപേക്ഷിക്കാൻ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ, ഫീസിൻ്റെ ഡീറ്റെയിലും പ്രൊസീജിയറും ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാം. ഇതവരുടെ മെയിൻ സൈറ്റ്, ഇതിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി അതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ അതുപോലെ ഫീ പേയ്മെൻറ്റും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഓഗസ്റ്റ് 9 തുടങ്ങി ഓഗസ്റ്റ് 16 വരെ നിങ്ങൾക്ക് അതിനുള്ള സമയം ഉണ്ടാവും. ഓഗസ്റ്റ് 16 വരെ. ചോയ്സ് ഫില്ല് ചെയ്യാനും ലോക്ക് ചെയ്യാനും ഓഗസ്റ്റ് 17 വരെ സമയം ഉണ്ടാവും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി അത് ലോക്ക് ആയിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റിന് രജിസ്റ്റർ ചെയ്യാനും ഫീ പേയ്മെൻറ്റ് ചെയ്യാനും 16 വരെ സമയമുണ്ട്. ഇനി ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ലോക്ക് ആവുക. അത് 17 വരെ ഉണ്ടാവും. മെറിറ്റ് ലിസ്റ്റ് പബ്ലിക്കേഷനൊക്കെ 18 സീറ്റ് അലോട്ട്മെൻറ്റ് 19 റിസൾട്ട് 20 ഇനി സ്ക്രൂട്ടണി പ്രോസസ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങളിതിൻ്റെ ഫർദർ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനൊക്കെ 21 തുടങ്ങി 27 വരെയുള്ള ദിവസങ്ങളിലാണ്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്യേണ്ടത് 21 തുടങ്ങി 27 വരെയുള്ള ദിവസമാണ്. ആ സമയത്ത് തന്നെയാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും ഉണ്ടാവുക. ആയിട്ട് ഇതതിൻ്റെ ഷെഡ്യൂൾ. ഇതിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്. ക്യാൻ സ്റ്റുഡൻറ്റ് ഫ്രം അതർ സ്റ്റേറ്റ്, മറ്റ് സ്റ്റേറ്റിലെ കുട്ടികൾക്ക് MBBSനും BDSനും ഛത്തീസ്ഗഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ആൻസർ ഉണ്ട്, യെസ്, ബട്ട് ഓൺലി ഫോർ പ്രൈവറ്റ് കോളേജുകൾക്ക് മാത്രം. ഗവൺമെൻറ് കോളേജുകൾക്ക് നമ്മൾ MCC വഴി രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് കോളേജുകൾക്ക് മാത്രമാണ് ഈ രജിസ്ട്രേഷൻ. ഇനി സ്റ്റുഡൻസ് ഫ്രം അതർ സ്റ്റേറ്റ് ക്യാൻ അപ്ലൈ ഫോർ ദ മാനേജ്മെൻറ്റ് കോട്ട സീറ്റ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് മാനേജ്മെൻറ്റ് കോട്ട സീറ്റാണ് ഇൻ പ്രൈവറ്റ് ആൻഡ് ഡെൻ്റൽ കോളേജ്. പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലും പ്രൈവറ്റ് ഡെൻ്റൽ കോളേജിലെയും മാനേജ്മെൻറ്റ് കോട്ടയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ദേ ആർ നോട്ട് എലിജിബിൾ ഫോർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് ഓർ സ്റ്റേറ്റ് കോട്ട സീറ്റ്. പ്രൈവറ്റിലെ സ്റ്റേറ്റ് കോട്ട സീറ്റും കിട്ടില്ല, ഗവൺമെൻറ് കോളേജിലെ കോട്ടയും കിട്ടില്ല. ബാക്കി പ്രൈവറ്റ് കോളേജിലെ മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകൾക്ക് നിങ്ങൾക്ക് സീറ്റ് കിട്ടും. ഇനി ആർ ഫ്രഷ് രജിസ്ട്രേഷൻ അലൗഡ് ഇഫ് എ കാൻഡിഡേറ്റ് മിസ്സസ് ഏർലി റൗണ്ട്. അതായത് ഓരോ റൗണ്ട് ബൈ റൗണ്ട് രജിസ്ട്രേഷൻ ഉണ്ട്. ആദ്യ റൗണ്ടിൽ പങ്കെടുക്കാത്തവർക്കും രണ്ടാമത്തെ റൗണ്ടിൽ പങ്കെടുക്കാം. രണ്ടാമത്തെ റൗണ്ടിൽ പങ്കെടുക്കാത്തവർക്കും മോപ്പപ്പിൽ പങ്കെടുക്കാം. അതിൽ പ്രശ്നങ്ങളില്ല. ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യുകയാണ് ഏറ്റവും സേഫ്. അതിനാണ് സീറ്റ് കുറച്ച് കൂടുതലുണ്ടാവുക. ഇനി അതിൻ്റെ അപ്ലിക്കേഷൻ ഫീ നോക്കാം. ഇതിൽ അപ്ലിക്കേഷൻ ഫീ എത്രയാണെന്ന് ചോദിച്ചാൽ സാധാരണ ഇതിൽ 10,000 രൂപയാണ് ആവുക. പ്രൈവറ്റ് കോളേജിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ ഫീ 10,000 രൂപയുണ്ടാവും. അതുകൂടാതെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിലേക്ക് കൊടുക്കുമ്പോൾ 1,00,000 രൂപ നിങ്ങൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും കൊടുക്കണം. അപ്പോൾ 10,000 രൂപ രജിസ്ട്രേഷൻ ഫീയും ഉണ്ടാവും. 1,00,000 രൂപ നിങ്ങൾ ടോക്കൺ ഫീയും അടയ്ക്കണം. നിങ്ങൾക്ക് സീറ്റ് കിട്ടിയാൽ ഇത് ഫീസിലേക്ക് മാറ്റിക്കൊള്ളൂ. നിങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഇത് റീഫണ്ടുമാവും. നിങ്ങളായിട്ട് സീറ്റ് നഷ്ടപ്പെടുത്തിയാൽ, റൗണ്ട് 1 ഫ്രീ എക്സിറ്റ് ഉണ്ട്, പക്ഷേ റൗണ്ട് 1 ശേഷം നിങ്ങൾ സീറ്റ് നഷ്ടപ്പെടുത്തിയാൽ ഈ 1,00,000 രൂപ നഷ്ടപ്പെടുമെന്ന് കൂടി ഓർക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ റീസൺ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടതെന്ന് ചോദിച്ചാൽ, പ്രൈവറ്റ് കോളേജിലെ ഫീസ് നോക്കുക. 7.25 ലക്ഷം തുടങ്ങി 8,70,000 വരെയാണ് ഫീസ്. എക്സ്ക്ലൂഡിങ് ഹോസ്റ്റലില്ലാതെയാണ്. ഹോസ്റ്റലും മെസ്സൊന്നും ഇല്ലാതെ ട്യൂഷൻ ഫീ മാത്രമാണ്. ട്യൂഷൻ ഫീ മാത്രം ഏകദേശം ഈ റേഞ്ചിലാണ് ഉണ്ടാവുക. എന്നാൽ BDSന് 2.5 ലക്ഷം തുടങ്ങി 2,80,000 വരെയാണ് ഫീ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് അവിടുത്തെ ഫീസ് ഷെഡ്യൂളാണ്. ഒരു വർഷത്തെ, ഇത് പെർ ഇയർ ആണ്. ഒരു വർഷത്തെ 1 ഇയർ ഫീ ആണ്. ട്യൂഷൻ ഫീ മാത്രമാണ്. ബാക്കി ഫീകളൊക്കെ ഇതിൽ കൂടെ അഡീഷണലി വരികയാണ് ചെയ്യുക. കേരളത്തിൻ്റേതും ഏകദേശം ഇതിന് മേലേക്കുള്ളൊരു ഫീസ് തന്നെയാണ്. ഇനി കോളേജുകൾ നോക്കുക. പ്രൈവറ്റ് കോളേജുകളുടെ ലിസ്റ്റിൽ ഒന്നാമത്തേത് ശ്രീ ശങ്കരാചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഭിലായിൽ. മാനേജ്മെൻറ്റ് കോട്ട സീറ്റ് 106 സീറ്റാണുള്ളത്. ഇതൊരു കോളേജ്. ഇനി രണ്ടാമത്തേത് റായ്പൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, റായ്പൂരിൽ മാനേജ്മെൻറ്റ് കോട്ട സീറ്റിൽ 106 സീറ്റുണ്ട്. ഇത്
രണ്ടാമത്തെ കോളേജ്. ഇനി മൂന്നാമത്തേത് ശ്രീ ബാലാജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് റായ്പൂരിൽ 106 സീറ്റ്. ഇനി അഞ്ചാമത്തേത് അഭിഷേക് മിശ്ര മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് സെൻറ്റർ, അവിടെ 85 സീറ്റ്. ഇനി ആറാമത്തേത് ശ്രീ റാവത്പുര സർക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ 42 സീറ്റ്. ഇനി ഏഴാമത്തേത് മാ പത്മാവതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ 42 മാനേജ്മെൻറ്റ് കോട്ട സീറ്റ്. ഇനി ഇത് കൂടാതെ 5 BDS കോളേജുകളുമുണ്ട്. ഇതുകൂടാതെ ഒരു 5 BDS കോളേജുകളും. അപ്പോൾ ഇത്തരത്തോളം അതായത് 7 MBBS കോളേജും അല്ലെങ്കിൽ MBBS ഉള്ള കോളേജും 5 BDS കോളേജുകളുമാണ് പ്രൈവറ്റിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫീസ് നിരക്കിൽ നിങ്ങൾ അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽ സൈറ്റ് ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ട്. MCCയുടെ സൈറ്റ് പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ചോയ്സ് ഫിൽ ചെയ്ത് അതിൽ വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.